നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഇത് ആശാ ഷോർട്സിൻ്റെ രണ്ടാമത്തെ ചാനലാണ്. എഡ്യൂക്കേഷണൽ ചാനലിൽ ഇനി മുതൽ പുതിയ വീഡിയോകൾ ഉണ്ടാവുന്നതല്ല. അതിലെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഇതിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഈ ചാനൽ ചെറുതും വലുതുമായ യാത്രകളിലെ അനുഭവങ്ങളെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ചാനലാണ്. ധാരാളമായി യാത്രകൾ ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായി. ഇന്നത്തെ യാത്ര ആലുവയിലേക്കാണ്. ആലുവ ശിവരാത്രി, ആലുവയിലെ പിതൃതർപ്പണം എല്ലാം വളരെ ഫേമസ് ആണ്. കഴിഞ്ഞ ദിവസം ആലുവ ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാൻ ആറാട്ടുപുഴയിലേക്ക് പോയിട്ടാണ് നടത്തുക ആറാട്ട്. ഇവിടെ മാത്രം പുഴ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടാണ് ആറാട്ട് നടത്തുക. ഈ പുഴയിൽ പിതൃതർപ്പണത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി 2-3 പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചു. സാധാരണ പിതൃതർപ്പണം ചെയ്യുമ്പോൾ ആചാരത്തിൻ്റെ ഭാഗമായി നമ്മൾ അതിൽ മുങ്ങിക്കുളിക്കുക എന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ സാധാരണ ഞങ്ങളെപ്പോലെ ഉള്ളവരൊന്നും മുങ്ങിക്കുളിക്കാൻ മെനക്കെടാറില്ല. കഴിവതും മുട്ടറ്റം വരെ വെള്ളം ഓളടുത്ത് ഇറങ്ങിയിട്ട് വെള്ളം കോരി ഒഴിച്ച് ഒക്കെ ഒരു വിധത്തിൽ കുളിച്ചു എന്ന് വരുത്തി തിരികെ പോരുകയാണ് പതിവ്. മുങ്ങിക്കുളിക്കുന്നവർ തന്നെ ആകട്ടെ പെട്ടെന്ന് ഒന്ന് മുങ്ങിക്കുളിച്ച് പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറും. അല്ലെങ്കിൽ തന്നെ സെക്യൂരിറ്റി ജീവനക്കാർ പെട്ടെന്ന് തന്നെ വലിച്ച് കരയ്ക്ക് കയറ്റും. അങ്ങനെയാണ് അതിൻ്റെ പതിവ്. എന്നാൽ ഈ പുഴയുടെ ഓരത്തിരുന്ന് പുഴയിൽ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി, തലയോളം മുങ്ങി, കഴുത്തോളം വെള്ളത്തിൽ മുങ്ങി കിടന്നുകൊണ്ട് പുഴയെ കണ്ട ഒരു അനുഭവം എനിക്കുണ്ടായി. അത് സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോയ അവസരത്തിലാണ്. ആലുവ പുഴയുടെ തീരത്തുള്ള സ്കൂളിൻ്റെ തന്നെ ഓഫീസ് സമുച്ചയത്തിലേക്കാണ് പിക്നിക്ക് പോയത്. ഈ കെട്ടിടത്തിൻ്റെ തൊട്ടുപുറകിൽ ആലുവ പുഴയാണ്. ഉച്ച സമയമായി. ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് പുഴയോട് ചേർന്ന് ഉള്ള സ്ഥലത്ത് ബാൽക്കണിയൊക്കെ ഉണ്ട്. ബാൽക്കണിയിൽ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അവിടെ പോയി ഇരുന്ന് വർത്തമാനം പറയുന്ന സമയം എന്തോ എനിക്ക് തോന്നി മുറ്റത്തേക്ക് ഇറങ്ങി നടക്കാം. ഞാൻ മുറ്റം വഴി ഇറങ്ങിപ്പോയപ്പോൾ താഴേക്ക് പുഴക്കരയിലേക്ക് സ്റ്റെപ്പുകൾ കണ്ടു. ഞാൻ ആ സ്റ്റെപ്പ് വഴി ഇറങ്ങിച്ചെന്നു. പുഴയുടെ ഓരത്ത് മതിൽക്കെട്ടാണ്, കരിങ്കല്ല് മതിൽക്കെട്ട് വരെയും സ്റ്റെപ്പുകൾ പോകുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇരുന്നു. അപ്പോൾ എൻ്റെ തോൾവശം വരെയും മതിൽക്കെട്ടുണ്ട്, കരിങ്കൽ ഭിത്തിയാണ്. അതിൻ്റെ തൊട്ടങ്ങേപ്പുറം പുഴ ഒഴുകുക. അപ്പോൾ ഒരു കരിങ്കൽ ഭിത്തിയുടെ മാത്രം വ്യത്യാസത്തിൽ പുഴ എൻ്റെ അടുത്താണ്. ഞാൻ ഇരിക്കുന്നതാട്ടെ എൻ്റെ തോളറ്റം താഴ്വശവും തലയ്ക്ക് മുകളിൽ ഈ പുഴ വെള്ളത്തിന് മുകളിലും ആയിട്ടാണ്. അവിടെ നിന്ന് ഞാൻ പുഴയെ നോക്കി. ഇത് പുഴയാണോ അത് കടലാണോ? കടല് പോലെ വിശാലമായ ജലപ്പരപ്പ് നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ നിന്ന്, അല്ലെങ്കിൽ ഐ ലെവൽ എന്ന് പറയും, അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ജലപ്പരപ്പ്, ഓളങ്ങളൊന്നുമില്ല. ഓളങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് സൂക്ഷിച്ചു നോക്കിയാൽ ചെറുതായ ഓളങ്ങൾ, ഒട്ടും ശബ്ദമില്ലാതെ ആരെയും അലോസരപ്പെടുത്താതെ നിശബ്ദമായി ഈ ജലം അങ്ങനെ ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നു. ഒഴുകുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കണം, എങ്കിലേ ഉള്ളൂ വെള്ളത്തിൻ്റെ അനക്കം കാണാൻ പറ്റുള്ളൂ. ഈ പുഴയുടെ ഗാംഭീര്യം ഞാൻ അറിഞ്ഞത് അങ്ങനെ ഇരുന്ന് ഈ പുഴയെ വീക്ഷിച്ചപ്പോഴാണ്. എന്താണ് അതിൻ്റെ ഗാംഭീര്യം? പുരാണങ്ങളിൽ പറയും, ഗംഗാനദി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ ഗംഗാനദി പറഞ്ഞു, എൻ്റെ ശക്തി ഭൂമിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഭൂമിയിലേക്ക് പതിക്കുക? ഞാൻ പരിഹാരം ഉണ്ടാക്കി കൊടുത്തത് മഹാദേവനാണ്. മഹാദേവൻ പറഞ്ഞു, ഭൂമിയിലേക്ക് നേരിട്ട് പതിക്കണ്ട, എൻ്റെ തലമുടിക്കുള്ളിലേക്ക് വീണോളൂ. അങ്ങനെയാണ്
മഹാദേവന്റെ തലക്കെട്ടിനുള്ളിൽ, തലമുടിയുടെ ജടയ്ക്കുള്ളിൽ ഗംഗാദേവി വീണത്. അവിടെ നിന്ന് കുറേശ്ശെ ജലം ഭൂമിയിലേക്ക് വീഴ്ത്തി. ആ കുറേശ്ശെ വീണ ജലമാണ് ഗംഗാ നദി നമ്മളിപ്പോൾ കാണുന്ന. അതുതന്നെ ഉത്തർപ്രദേശിലും മറ്റും നമ്മൾ കണ്ടു. ഭയങ്കരമായി കടൽ പോലെ വിസ്തൃതിയിലാണ് ആ ജലപ്പരപ്പ്. അത്രയും പോലും ഇല്ലെങ്കിലും ഏകദേശം അതിൻ്റെ പകുതിയോളം വരുന്നുണ്ട് നമ്മുടെ ആലുവാപ്പുഴ. ആലുവാപ്പുഴ എന്ന് പറയുന്നത് പെരിയാർ നദിയാണ്. വിശാലമായ ജലപ്പരപ്പ്, ഓളങ്ങളൊന്നും ഇല്ലാതെ, ആരെയും ശല്യപ്പെടുത്താതെ, ശബ്ദങ്ങളൊന്നുമില്ലാതെ വിശാലമായി പരന്ന് ഒഴുകി നടക്കുന്ന ഈ ജലപ്പരപ്പിനെ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ലെവലിൽ നിന്ന് കണ്ടു. നദിയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുക എന്നൊക്കെ കവികൾ പറയുന്നത് പോലെ എനിക്ക് ആ മതിലിൻ്റെ മുകളിൽ തലവെച്ച് കിടന്ന് നല്ല സുഖമായി ഉറങ്ങാമായിരുന്നു. ഈ ജലപ്പരപ്പിൻ്റെ ഗാംഭീര്യം കണ്ട് അതിനെ പൂർണ്ണമായി ആവാഹിച്ച് അവിടെ കിടന്ന് ഉറങ്ങാൻ കൊതിയുണ്ടായിരുന്നു. പക്ഷേ പിക്നിക്ക് കഴിഞ്ഞ് തിരികെ എല്ലാവരും പോകുമ്പോൾ അവരുടെ കൂടെ പോണമല്ലോ. അതുകൊണ്ട് ഞാൻ തിരികെ എഴുന്നേറ്റ് നടന്നു. ഇതുപോലെ വേറൊരു സംഭവമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം.